ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ദേ പിന്നെ നിങ്ങളുടെ അരുണയാണ്. എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ നേരുന്നു. കുറേ ഗ്യാപ്പായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. കുറേ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല. പിന്നെ വയനാടിൻ്റെ എപ്പോഴും അത് എൻ്റെ ആലോചനകൾ എപ്പോഴും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും, നമ്മൾ ആ അവസ്ഥയിലായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ അതെപ്പോഴും കടന്നു പോകുന്നുണ്ട് എൻ്റെ മനസ്സിൽ. സോ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, അവിടെ പിന്നെ ഒരു നല്ലൊരു വയനാടായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസവും. അപ്പം വേറെ ഒന്നുമില്ല, ഇന്ന് നോർമലായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പുലർച്ചയ്ക്ക് എണീറ്റു, ഹസ്ബൻഡിനെ ഓഫീസിലേക്ക് അയച്ചു, ബോക്സ് ഉണ്ടാക്കി കൊടുത്തു, എല്ലാം നന്നായി നടന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു കണ്ടൻറ്റായിട്ട് വന്നിരിക്കുന്നത് സ്പെഷ്യലി ഫീമെയിൽസ് വെച്ചാൽ പെൺകുട്ടികൾ ഏജ് ഓഫ് 18 ഒരു 25 ഉള്ളിലുള്ള ഏജുള്ള കുട്ടികളെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. സ്പെഷ്യലി അവരുടെ ഒരു സെക്യൂരിറ്റിയെക്കുറിച്ച്. ഇപ്പോൾ ഞാൻ കുറേയായിട്ട് ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതോ അല്ല, ഞാനായിട്ട് പറയുന്നതോ അല്ല. പിന്നെ ഒരു പെർട്ടിക്കുലർ കുട്ടികളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ന്യൂസിലും പിന്നെ ചാനലിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ കാണുന്നത് ഞാനിവിടെ പകർത്തുന്നതാണ്. അപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്, ലൈഫ് സെക്യൂർഡ് അല്ല എന്ന് ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പെൺകുട്ടികൾക്ക് പറയാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലൈഫിൽ ഒരു ആളായിട്ട് പ്രേമിക്കുകയാണെങ്കിൽ, കമ്മിറ്റഡ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ നമ്മളെ കൊണ്ട് അത് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ പേരൻസ് അതിനെ അക്സെപ്റ്റ് ചെയ്യുമോ, നമ്മുടെ കൾച്ചറായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ലൈഫ് പാർട്ട്ണർ ഫെർദറായിട്ട് നമ്മൾ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ കമ്മിറ്റഡ് ആവാൻ. അങ്ങനെ കമ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്തിരിഞ്ഞ് നോക്കരുത്, അത് ചാലഞ്ചായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അതിനായിട്ട് പാരൻസിന് എതിരായിട്ട് പോകണമെന്നല്ല, അവർ ബ്ലെസ്സിങ്സോടെ, അവർ പെർമിഷനോടെ, അവരുടെ കൂടെ ഡിസ്കഷൻ ചെയ്തിട്ട് വേണം ഒരു ഇതിലേക്ക് പോകാൻ. അതല്ലാതെ ഇപ്പോൾ ഈ ഇടയായിട്ട് ന്യൂസ് കാണുന്നത്, ഞാനിവിടെ സ്ഥലമോ പേരോ അല്ലെങ്കിൽ ആളുകളുടെ പേരോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് ദാറ്റ് ഡസൻറ്റ് ലുക്ക് ഗുഡ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കണ്ടത്, പ്രേമിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, പിന്നെ സഡനായിട്ട് ഒരു ദിവസം പെൺകുട്ടി പറയുകയാണ്, എനിക്ക് നീ വേണ്ട, ഇപ്പോൾ തൽക്കാലം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ പക്ഷേ പയ്യൻ ഭയങ്കര കമ്മിറ്റഡ് ആണ്, സിൻസിയർ ആണ്. പക്ഷേ എന്താ റീസൺ ഒന്നും അറിയത്തില്ല. ഷീ ജസ്റ്റ് ഡസൻറ്റ് വാണ്ട് ടു ബി ഇൻ ടു റിലേഷൻഷിപ്പ് എന്ന് അവൾ മോത്തടിച്ച പോലെ പറയും. ഇതൊക്കെ ഫോണിലാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ പെൺകുട്ടി തനിയെ ഇരിക്കുമ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ കയറി അവളെ കൊന്നു. ആ കാര്യങ്ങൾ കൊന്നിട്ട് പിന്നെ ഷർട്ടാണെങ്കിലും കത്തിയാണെങ്കിലും അതെന്തൊക്കെയുണ്ടോ അതൊക്കെ എവിടെ മറിച്ചിട്ട് പിന്നെ അത് പോലീസ് കണ്ടുപിടിച്ചു. പിന്നെ ഇതിന് മുമ്പേ ഇതുപോലെ ഒരു പഠിക്കുന്ന കുട്ടിയാണ്, ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞിട്ട് ഹാളിൽ നിന്ന് പുറത്തുനിന്ന് വരുന്നു. ഇതുപോലെ കുറേ വർഷങ്ങൾ പ്രേമിച്ചില്ല, ആ കൊച്ചിനെ ഫോഴ്സ് ചെയ്യിപ്പിച്ചു. പക്ഷേ ആ കൊച്ചിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെയും കുറേ പിന്നാലെ നടന്നു, പിന്നെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് അവൾ പറഞ്ഞു. കാരണം അവൾക്ക് പഠിക്കണം, അവളുടെ ഒരു ആംബിഷൻ ഉണ്ടെന്ന്. എന്നാലും ആ കൊച്ചിൻ്റെ എതിരായിട്ട് ഭയങ്കര ദേഷ്യക്കാരായെന്ന് തോന്നുന്നു. ആ ഹാളിൽ നിന്ന് പുറത്ത് വരുമ്പം ഇമ്മീഡിയറ്റ്ലി അവർ പേരൻസ് കൂടി ഉണ്ട് പിക്കപ്പ് ചെയ്യാൻ. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ഒരു ആണ് അവളുടെ പിന്നാലെ നടക്കുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് അവർ പേരൻസ് എക്സാമിൻ്റെ ഹാളിൻ്റെ മുമ്പിൽ കാറും വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിനെ റിസീവ് ആക്കിയ ഉടനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇയാൾ ഷൂട്ട് ഔട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഉടനെ ഓൺ സ്പോട്ട് ഡെത്ത് ആയിരുന്നു ആ കൊച്ചിൻ്റെ. ആ കൊച്ചൊരു 22-23 വയസ്സുകാരി ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവർക്കും ഇതറിയാമായിരിക്കാം, ഒരു പെൺകൊച്ചിൻ്റെ പിന്നാലെ തന്നെ ഈ പയ്യൻ എപ്പോഴും ആ കൊച്ചു പോകുന്ന ആ വഴിയിൽ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു IT ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന കൊച്ചാണ്, IT ഫീൽഡിൽ. അപ്പം ആ കൊച്ചിന് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും റിജക്റ്റ് ചെയ്യാറുണ്ട്. നല്ല രീതിക്കും പറഞ്ഞ് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പയ്യന് എന്താണെന്നറിയില്ല, ഈ കൊച്ചെന്നെ വേണം എന്നുള്ളൊരു വാശി, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടാൻ പാടില്ല എന്ന്. അപ്പോൾ കുറേ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അവൾ വേണ്ടെന്ന് അഹങ്കരിച്ച് പറഞ്ഞപ്പോൾ അവനത് ഇഷ്ടമില്ലാതെ ആ സമയത്ത് അവനതൊന്നും ഓർക്കാതെ വിഭ്രാന്തിയിൽ പോയിട്ട് ഒരു കത്തി എടുത്തിട്ട് പബ്ലിക് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും മുമ്പിൽ ഈ കഴുത്തിൻ്റെ അവിടെ വിട്ട് ചെയ്ത് സ്ലിറ്റ് ചെയ്തു. അപ്പം ഇതൊക്കെ കേൾക്കുമ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഇവിടെ ഞാൻ ആൺകുട്ടിക്കും സെക്യൂരിറ്റി ഇല്ല, പെൺകുട്ടിക്കും സെക്യൂരിറ്റി ഇല്ല. പക്ഷേ എങ്കിലും ഇവിടെ കൂടുതൽ നമ്മൾ മരണപ്പെട്ട് കാണുന്നത് പെൺകുട്ടികളാണ്. പിന്നെ 25-30% ഞാൻ ആൺകുട്ടികളും സൂസൈഡ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. ഈയിടെയായിട്ട് ഒരു പെൺകുട്ടി കുറേ വർഷങ്ങളായി നടന്നു, ബൈക്കിൽ പോയി വന്നു, ചുറ്റി കറങ്ങി ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. ആ പയ്യൻ എല്ലാമേ ചെയ്തിട്ടുണ്ട്. അവസാനമായപ്പോൾ അവൾക്കൊരു നല്ല പ്രപ്പോസൽ വന്നപ്പം പയ്യനെ കൈവിട്ടു, ആ പയ്യൻ സൂസൈഡ് ചെയ്തു. ആ പയ്യനൊന്നും ഓർത്തില്ല, അച്ഛനമ്മയുണ്ട്, ഫ്യൂച്ചറുണ്ട്, നമുക്ക് ഇതില്ലെങ്കിൽ വേറൊരു ജീവിതം എന്നുള്ളത് ഓർത്തില്ല. അങ്ങനെ ഈ രണ്ട് കാറ്റഗറിയും, ഫീമെയിൽ ആൻഡ് മെയിൽ, എല്ലാവർക്കും ഇത് അഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കമ്മിറ്റഡ് ആവണമെങ്കിൽ ആലോചിക്കുക, ആൺകുട്ടികളാണെങ്കിലും ആലോചിക്കുക, അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ അവിടെ തന്നെ നിർത്തുക, അല്ലെങ്കിൽ അച്ഛനമ്മയെ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുക. ദേ ആർ ദ ബെസ്റ്റ് ഫ്രണ്ട്സ്, യു ക്യാൻ ഷെയർ എവറിത്തിങ് വിത്ത് ദം അല്ലേ. അവരൊരു സൊല്യൂഷൻ തരുമായിരിക്കും. ഇത് നല്ലതാണ് മോനെ അല്ലെങ്കിൽ അല്ല എന്ന് അവർ പറയും. അത് അവർ എന്താ പറയുക, ആ തോട്ട്സ് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്, അവരെ ഒബേ ചെയ്യുന്നതാണ് നല്ലതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത് എനിക്കും വരാം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും നമുക്ക് എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ നടക്കാം, ഇത് ആർക്ക് വേണമെങ്കിലും വരാം അല്ലേ. അപ്പം ഞാൻ ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കമ്മിറ്റഡ് ആകുമ്പോൾ കുറച്ച് സൂക്ഷിക്കുക, ആലോചിക്കുക, ഒരു 2-3 ടൈംസ് അതിനെക്കുറിച്ച് ആലോചിച്ച് വേണം അതിലേക്ക് കടക്കുന്നത്. അത് കടന്നു കഴിഞ്ഞാൽ
അതിലേക്ക് കമ്മിറ്റഡ് ആയിരിക്കുക, സിൻസിയർ ആയിരിക്കുക. ഇല്ലയെന്ന് വെച്ചാൽ അച്ഛനമ്മ എന്ന് പറയുന്നത് വെച്ചാൽ അത് കേൾക്കുക. അപ്പോൾ അച്ഛനമ്മയോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ കുട്ടികളോട് ഡിസ്കഷൻ ചെയ്യുക, എപ്പോഴും അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് അറിയുക, അവരെവിടെയാണ് പോകുന്നത് വരുന്നത് എല്ലാത്തിനും ഒരു കണ്ണ് അവിടെ ഉണ്ടാവണം അച്ഛനമ്മമാരുടെ എന്നുള്ളതാണ്. എല്ലാവരും ഇത് ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. അച്ഛനമ്മമാർ വെറുതെ ഇരിക്കുകയാണ്, അവർ നോക്കുന്നില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഒന്നുകൂടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഇൻവോൾവ് ആവുക. സോ ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ നടന്ന ഈ കാര്യങ്ങളെല്ലാം പേരൻസ് ഒന്നും അറിയാതെയാണ് ഇത് നടന്നിരിക്കുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സോ അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുക. പിന്നെ ഈ റിലേഷൻഷിപ്പും ഈ ലൈഫ് എന്ന് പറയുന്നത് വെരി വാല്യൂബിൾ ആണ്, നമുക്ക് പിന്നെ കിട്ടത്തില്ല അല്ലേ. ഈ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോകുമെന്ന് പറയുന്ന ആ കുടുംബത്തിന് നഷ്ടമാണ്. താൻ ചെയ്യുന്ന ആ സൂസൈഡ് ആണെങ്കിലും ശരി, കൊലയാണെങ്കിലും ശരി, ദറ്റ്സ് ഓൾ വെരി ബാഡ് അല്ലേ. അത് വലിയൊരു നഷ്ടമാണ് സൊസൈറ്റിക്കും. അപ്പം എല്ലാവരും ഒരു മാതൃകയായിരിക്കുക. ഇത്രയും ഇന്ന് പറയാനുള്ള ഈ കണ്ടന്റിൽ എല്ലാവർക്കും ഈ കണ്ടന്റ് ഇൻഫോർമേറ്റീവ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കാണാം. അപ്പോൾ നെക്സ്റ്റ് കണ്ടന്റ് കാണുന്നവരെ ടേക്ക് കെയർ, ഗുഡ് ബൈ, ചക്രിയമ്മ.